നമ്മളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മളുടെ യോഗം ആരംഭിക്കാം. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷിനെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരൻ രാജകുമാരൻ പ്രിയപ്പെട്ട രാഹുൽജി, പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി സംസാരിക്കും. അത് പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. From UDF, Francis K. Georgi, leaders of the India Alliance, brothers and sisters, friends from the media, I'd like to welcome all of you here today. വേദിയിലുള്ള ആദരണീയരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, ഞാൻ ഈ പേരുകളെല്ലാം നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല എന്നുള്ളൂ, സമയം ലാഭിക്കാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ്, മറ്റ് ഇന്ത്യ അലയൻസിൽപ്പെട്ട ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. Today, as I arrived at the last meeting, I was thinking of Oommen Chandy ji and remembering him, fondly remembering him, and thinking what a fantastic leader Kerala had produced. ഞാനിത് ഇവിടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്നത് ആദരണീയനായ ശ്രീ ഉമ്മൻ ചാണ്ടി ജിയുടെ ഓർമ്മകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര മഹാനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. I'd like to welcome all of you here. You've come quite a hot day and you've given me your time, so I'd like to thank you for that. നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം നിങ്ങളുടെ സമയം ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരോടും വലിയ നന്ദി ആ കാര്യത്തിലുണ്ട്. Earlier, I used to see Kerala from slightly far. Now I'm a member of parliament, so I've got to see your state from really close. മുൻപ് ഞാൻ കേരളത്തെ അല്പം ദൂരെ നിന്നാണ് കണ്ടിരുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ കേരളവുമായി വളരെ വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളാണ്. So I was sitting over here just now and I was looking and I noticed that I'm the only person wearing pants on the stage. Everyone else is wearing a dhoti. ഞാൻ ഈ സ്റ്റേജിലിരുന്ന് നോക്കുമ്പോൾ ഞാൻ മാത്രമാണ് ഈ ടീഷർട്ടും പാൻറ്റും ധരിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും മുണ്ടും ഷർട്ടും ധരിച്ചിരിക്കുന്നവരാണ് എന്ന്. So I think next time I'll also wear a dhoti. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാനും മുണ്ട് ധരിച്ച് വരുവാൻ ആഗ്രഹിക്കുന്നു. So you have a tradition, you have a way of life, a way of looking at things that is not new. It manifests itself in a new way, but it is actually very old. നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ സമീപനങ്ങളൊക്കെ അത് പലതും പുതിയതാണ് എന്ന് തോന്നുമെങ്കിലും അതിനൊരു പാരമ്പര്യമുണ്ട്, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു തനിമയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.
So, for example, if I was to think about the Malayalam language, I can imagine that even thousands and thousands of years ago, people were talking in Malayalam. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളം ഭാഷ എടുത്താൽ അതേക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 100 വർഷം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഭാഷ ഈ മേഖലയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. And maybe 500 years from now, there'll be a meeting in exactly this place, and the people will also be talking in Malayalam. I didn't get you properly. I said, ഒരു and 500 വർഷം കഴിഞ്ഞ് maybe 500 years from today, there will be a meeting here, similar meeting, we will all be gone, but the meeting will be in Malayalam. ഓക്കെ, ഒരു 500 വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ആരും ഈ ഭൂമുഖത്തുണ്ടായി എന്ന് വരില്ല, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ മലയാളം ഇവിടെ നിലനിൽക്കും. മലയാളത്തിൻ്റെതായിട്ടുള്ള ആ ഒരു തനിമ ഈ നാട്ടിൽ എന്നും നിലനിൽക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. So it is not really accurate to call Malayalam a language. അപ്പോൾ അതുകൊണ്ട് മലയാളം ഒരു ഭാഷ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. Because embedded in the language is the tradition of Kerala, the happiness of Kerala, the sadness of Kerala, the anger of Kerala. All these things are embedded inside the language. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ അതൊരു ഭാഷ എന്നുള്ള രീതിയിൽ മാത്രമല്ല കാണുന്നത്. കേരള സംസ്കാരം ശരിക്കും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം. കേരളത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും, കേരളത്തിൻ്റെ സുഖദുഃഖങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം മലയാളത്തിൽ പ്രകടമായി നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. For example, when a young girl graduates from a university, she comes back and her parents congratulate her in Malayalam. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി കോളേജ് പഠനം കഴിഞ്ഞ്, ഗ്രാജുവേഷൻ കഴിഞ്ഞ്, പരീക്ഷ പാസ്സായി വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരുടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ അഭിനന്ദിക്കുന്നത് തീർച്ചയായിട്ടും മലയാളത്തിലാണ്. Maybe when somebody loses his brother, he tells his other brother in Malayalam. ഒരാളൊരു തൻ്റെ ഒരു സഹോദരനെ നഷ്ടപ്പെട്ടാൽ ആ വിവരം അതിൻ്റെ അടുത്ത സഹോദരനെ അറിയിക്കുന്നതും ഇതേ ഭാഷയിൽ തന്നെയാണ്. So Malayalam is Kerala and Kerala is Malayalam. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് കേരളമാണ്, കേരളം എന്ന് പറയുന്നത് മലയാളമാണ്. And so I get really surprised when I hear the Prime Minister giving speeches where he says one nation, one language, one leader, one religion. അപ്പോൾ അതുകൊണ്ട് ഈ വൈവിധ്യം മറന്ന് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എല്ലാം പറയും ഒറ്റ രാജ്യം, ഒറ്റ ഭാഷ, ഒറ്റ സംസ്കാരം എന്നെല്ലാം അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന ഈ രീതികൾ അദ്ദേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. How can you tell the Tamil people that they should not speak Tamil, or the people of Kerala that they should not speak Malayalam, or the people of Bengal that they should not speak Bengali? എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക മലയാളികളോട് മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല, തമിഴ്നാട്ടുകാരോട് തമിഴ് ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ ബംഗാളികളോട് ബംഗാളി ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? Every single Indian language is as important as every other language. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഷകളും മറ്റേത് ഭാഷകൾ പോലെയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും അതുപോലെ തന്നെ എല്ലാം പ്രധാനപ്പെട്ടതാണ്. എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ തനിമയും പ്രാധാന്യവും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. And so the BJP does this with language, it does this with where you're from, it does this with your caste, it does this with your religion. Wherever they get an opportunity, they divide our country. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വിഭാഗീയതകൾ ഭാഷയുടെ പേരിൽ, അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തതകൾ ഉണ്ടാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ്. And the examples are everywhere for people to see. Anger in society. കത്തിയെറിയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി
നാളിതുവരെ അവിടെ പോവുകയോ അവിടെ സന്ദർശനം നടത്തുകയോ ചെയ്തിട്ടില്ല. Are the people of Manipur not the people of India? മണിപ്പൂരിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ലേ, ഇന്ത്യയിലെ ജനങ്ങളല്ലേ? How can the leader of India not go to a state which is on fire? How can a leader of India not go to one of our states which is on fire? എങ്ങനെയാണ് ഈ രാജ്യത്തെ ഒരു നേതാവ്, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് അതിപ്പോഴും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് സന്ദർശനം നടത്താതിരിക്കാൻ കഴിയുക? It's a tragic situation. ഇത് വളരെ 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 ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. And the Prime Minister going to Manipur will stop the violence in Manipur. പ്രധാനമന്ത്രി ശരിക്കും പറഞ്ഞാൽ മണിപ്പൂരിൽ പോവുകയും അവിടുത്തെ ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കുകയുമാണ് വേണ്ടത്. I can tell you, I know the Indian Army very well. I can tell you that I know the Indian Army very well. എനിക്ക് നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇന്ത്യൻ ആർമി അതിനെ എനിക്ക് നന്നായിട്ട് അറിയാം. I know that if the Indian Army was told by the Prime Minister that the violence in Manipur has to stop, it will stop within 3 days. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യൻ ആർമിയോട് പറയുകയാണ്, മണിപ്പൂരിലെ ഈ അക്രമ സംഭവങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ 3 ദിവസം 2-3 ദിവസത്തിനുള്ളിൽ ഈ അക്രമ സംഭവങ്ങൾ അവസാനിക്കുകയും അവിടെ സമാധാനം കൈവരുകയും ചെയ്യും. But it is in the interest of the government to keep this anger in society. പക്ഷേ നമുക്കെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക? ഗവൺമെന്റിന്റെ താല്പര്യം ഈ പ്രശ്നം അതേപടി നിലനിർത്തുക എന്നുള്ളതാണ്. They need to distract India from its real issues. ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാൻ ഇങ്ങനെയുള്ള അക്രമങ്ങളും ഇങ്ങനെയുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങളും ഉപയോഗിക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. What are the main issues? The main issues are unemployment, price rise, divisiveness. These are the main issues. പ്രിയമുള്ളവർ, എന്താണ് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അതുപോലെ തന്നെ ഈ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ്. And if you look at the national media, you will never hear any of these issues. The national media will never show you that farmers are protesting, that there is massive unemployment, that there are 22 rich people who own most of this country. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും അവർ ജനങ്ങളുടെ മുൻപാകെ വേണ്ട രീതിയിൽ അവതരിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രശ്നങ്ങളെല്ലാം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മയുണ്ട്, അതുപോലെ തന്നെ മറ്റ് വിവിധ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർഭാഗ്യവശാൽ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. Today, India is one of the most unfair countries in the world. 22 people in India have as much wealth as 70 crore of our civilians. ഇന്ന് ലോകത്തിലെ ഏറ്റവും അസമത്വമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. 20-22ഓളം പേരുടെ കയ്യിലാണ് 70% സാമ്പത്തിക സൗകര്യങ്ങൾ എന്നുള്ളത് ലോകത്തിൽ തന്നെ അപൂർവമായി മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. And 70 crore Indians earn less than 100 rupees a day. 70 കോടിയിലേറെ ജനങ്ങൾ ഒരു ദിവസം 100 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് നമ്മുടെ രാജ്യത്ത്. How can we talk about being a superpower? നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലോകത്തിലെ ഒരു വൻ ശക്തിയാണ് എന്ന് ഈ സാഹചര്യത്തിൽ അവകാശപ്പെടാൻ കഴിയുക? Our farmers are screaming for help. Our youngsters are unemployed. How are we talking about being a superpower? നമ്മുടെ അടിസ്ഥാനവർഗമായിട്ടുള്ള കർഷകർ അവരിന്ന് ന്യായമായിട്ടുള്ള വേതനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതിഫലം ലഭിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട സാഹചര്യം. നമ്മുടെ ചെറുപ്പക്കാർ ജോലിയില്ലാതെ അലയുന്നു. എങ്ങനെയാണ് നമ്മൾ വൻ ശക്തിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുക? In the last 10 years, Mr. Narendra Modi's government has put 200 million people back into poverty. കഴിഞ്ഞ ഈ ഏതാനും വർഷങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് 200 ദശലക്ഷം ആളുകളെ വീണ്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. So the question is, what is the next government, the Congress government, the India Alliance government going to do to address this inequality and unfairness? അപ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ പോകുന്ന ഇന്ത്യ അലയൻസ് ഗവൺമെന്റ്
ഏത് മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇന്ത്യയെ പഴയ രീതിയിലേക്ക്, നമ്മളുടെ ഇന്ന് കാണുന്ന ഈ അസമത്വം മാറ്റി നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Now, the backbone of our society are India's women. Women are the backbone of our society. നമ്മുടെ സമൂഹത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്ത്രീകളാണ്, വനിതകളാണ്. What is her name? Sona. Sonam. Sona. Sona. Yeah. Sona is standing here. She is the future of India. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് You നിൽക്കുന്നത് come in front, come in front. Wait. സോന എന്ന പെൺകുട്ടിയാണ്. ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് സോനയെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Girls like Sona are the future of our country. സോനയെ പോലുള്ള പെൺകുട്ടികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. And Sona's mother spends 8 hours a day, 10 hours a day looking after her. അമ്മ ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ സോനയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നോക്കി വളർത്താനായിട്ട് ചെലവഴിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. And she probably goes out and works for another 8 to 10 hours. ഒരുപക്ഷെ സോനയുടെ അമ്മ പുറത്തുപോയി 8-10 മണിക്കൂർ മറ്റു ജോലിയും ചെയ്യുന്നുണ്ടാകാം. Sona's father works just like his mother for 8 to 10 hours. സോനയുടെ അച്ഛനും തീർച്ചയായിട്ടും 8 മുതൽ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. And both of them get compensated for the work they do outside their house. Both of them get compensated for the work they do outside their house. ഈ രണ്ടുപേരും അവരുടെ വീടിന് പുറത്ത് ചെയ്യുന്ന ഈ ജോലിക്ക് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട്. But her mother does not get compensated for the work that she does at home. പക്ഷേ പ്രശ്നം എന്താണ്? സോനയുടെ അമ്മയ്ക്ക് അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. So the hidden secret in Indian society is that our women work twice as hard as our men. അപ്പം നമ്മളുടെ സമൂഹത്തിൽ ഇന്ത്യ നമ്മുടെ രാജ്യത്തെ ഒന്നായി എടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മുടെ വനിതകൾക്ക് പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലുള്ള പ്രതിഫലം അവരുടെ അധ്വാനത്തിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. Because they both go and work, they do their job, and then the mother comes home and does another job looking after the children and bringing them up. ഭാര്യയും ഭർത്താവും പുറത്തു പോയി ജോലി ചെയ്യുന്നു. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭാര്യ വീണ്ടും ജോലി ആരംഭിക്കുന്നു. വീട്ടിലെ ജോലികൾ, ഗൃഹജോലികൾ എല്ലാം ചെയ്യുന്നു. And maybe the men in the crowd will not like what I said. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ ഞാൻ ഈ പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. But it is the truth. പക്ഷെ അത് സത്യമാണ്. അതാണ് സത്യം. നമ്മുടെ സമൂഹത്തിന്റെ സത്യം എന്ന് പറയുന്നത് അതാണ്. So our government is going to do 3 revolutionary things for the women of India. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കാൻ പോകുന്ന ഇന്ത്യ ഗവൺമെന്റ് 3 വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നുള്ളതാണ്. For Sona's mother and millions of other mothers. സോനയുടെ മദറിനെ പോലുള്ള ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് അമ്മമാർക്ക് we are going to make a list of every single poor family in the country. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും ഒരു പട്ടിക തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാക്കും. We are going to choose one woman from each family, poor family. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഓരോ കുടുംബത്തിൽ നിന്നും ഒരു വനിതയെ വീതം തിരഞ്ഞെടുക്കും. And then automatically every year we will put 1 lakh rupees into her bank account. ആ സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ വർഷവും 1 ലക്ഷം രൂപ ഗവൺമെന്റ് അക്കൗണ്ടിൽ കൊടുത്തിരിക്കും. 8,500 rupees every single month. 1 lakh rupees a year will go directly into the woman's bank account. 8,500 രൂപ പ്രതിമാസം, 1 ലക്ഷം രൂപ പ്രതിവർഷം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി എത്തിയിരിക്കും. Of course the money will be spent for the family, but the woman will decide how the money is going to be spent. അതെ, തീർച്ചയായിട്ടും അത് ആ പണം എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോഴുപയോഗിക്കണം എന്നൊക്കെയുള്ള തീരുമാനമെടുക്കുന്നത് ആ കുടുംബനാഥയായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. Please do not think that this is a gift. ഇതൊരു സമ്മാനമായി നിങ്ങൾ ആരും കരുതേണ്ട കാര്യമില്ല. This is compensation for the women, for what the women do every single day in protecting our future, our children. ഇതൊരു സമ്മാനമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഫലമോ അല്ല. ഇത്
നമ്മളുടെ വനിതകൾ, നമ്മളുടെ സഹോദരിമാർ ചെയ്യുന്ന വലിയ സേവനം, ഈ രാജ്യത്തിൻ്റെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും തങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലിക്കുമുള്ള ന്യായമായിട്ടുള്ള അവരുടെ അവകാശമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. And India will be the first government in the world to do something like this. ഇത് ഇന്ത്യ ആയിരിക്കും ഈ ലോകത്തിൽ ആദ്യമായി ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. And I guarantee you, just like happened with Manrega, many countries will line up behind us and do exactly the same thing. പ്രിയമുള്ളവരെ, ഞാൻ ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു ഗ്യാരണ്ടി തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ പദ്ധതി തീർച്ചയായിട്ടും അനുകരിക്കാനായി മുന്നോട്ട് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. The second thing we are going to do for our women is we are going to give them 50% reservations in all government jobs and public sector units. രണ്ടാമതായി ഞാൻ നമ്മുടെ സഹോദരിമാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സർക്കാർ ജോലികളിലും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും 50% സംവരണം വനിതകൾക്കായി ഞങ്ങളുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. And with great fanfare, Mr. Narendra Modi passed reservation in parliament and in assemblies. With great fanfare, Narendra Modi passed reservation for women in parliament and assemblies. അതെ, നരേന്ദ്രമോദി നിങ്ങൾക്കറിയാമല്ലോ, വനിതകൾക്ക് പാർലമെന്റിലും അതുപോലെ തന്നെ നിയമസഭയിലും 50% റിസർവേഷൻ എന്ന് വലിയ കൊട്ടിഘോഷിച്ച് പറയുകയും അങ്ങനെ ഒരു നിയമം പാസാക്കുകയും ചെയ്തു. And then at the end of the speech, he said, we will give this in 10 years. അതിനുശേഷം എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒടുവിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആദ്യം ഈ കാര്യങ്ങളൊക്കെ വർണ്ണിച്ച് പറഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹം പറഞ്ഞു, അടുത്ത 10 വർഷത്തിന് ശേഷം ഞങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. We don't need 10 years to give reservations to women in parliament. We will do it the moment our government is formed. ഞങ്ങൾ 10 വർഷം വരെ കാത്തിരിക്കില്ല. ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ വനിതകൾക്ക് 50% റിസർവേഷൻ പാർലമെന്റിൽ ഉറപ്പാക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And finally, the third thing we are going to do is there are millions and millions of Asha and Anganwadi workers. We are going to double their wages. മൂന്നാമതായി ആശ അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്. അവരുടെ വേതനം ഞങ്ങൾ ഇരട്ടിയാക്കി തീരുമാനിക്കും. Now, the biggest problem that the Prime Minister has created is the unemployment problem. നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നം തന്നെയാണ്. We have spent many hours in our party discussing how to resolve this issue of unemployment. ഞങ്ങളുടെ പാർട്ടി ഫോറത്തിൽ വേദിയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയുണ്ടായി. There are a few things that we are going to do immediately. Few things we will do immediately. അതിനുവേണ്ടി ഏതാനും കാര്യങ്ങൾ ഞങ്ങൾ ഉടൻ തന്നെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. We will simplify the GST, and instead of having 5 different GST taxes, you're going to have one, and it's going to be minimum GST. GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, നിങ്ങൾക്കറിയാം, അത് ലഘൂകരിച്ച് ഞങ്ങളത് ഏറ്റവും എളുപ്പത്തിൽ അത് നടപ്പിലാക്കത്തക്ക രീതിയിൽ പ്രയോജനകരമായ രീതിയിലാക്കാനുള്ള തീരുമാനം ഉടൻ തന്നെ എടുക്കും. This will provide huge support to small and medium businesses who provide jobs in India. തീർച്ചയായിട്ടും അങ്ങനെ അത് ലളിതവൽക്കരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങാനുള്ള വലിയ ഒരു ഉത്തേജനം അതിലൂടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ലഭിക്കും. Today, the biggest billionaires in India can access bank loans. Small and medium businesses do not get bank loans. We are going to ensure that a huge amount of money goes from our banks to small and medium businesses. ഇന്നത്തെ നമ്മുടെ രാജ്യത്തെ സ്ഥിതി എന്താണ്? വൻകിട കോർപ്പറേറ്റുകൾക്ക് ബാങ്ക് വായ്പകൾ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം ചെറുകിട നാമമാത്ര അല്ലെങ്കിൽ ചെറിയ സംരംഭകർക്ക് ബാങ്ക് ലോണുകൾ കിട്ടാൻ വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള നടപടികൾ തീർച്ചയായിട്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് ലഘൂകരിച്ച് ഈ രാജ്യത്ത് എന്തെങ്കിലും പുതിയ സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് എത്രയും വേഗം അവർക്ക് ലോൺ ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. We think that the Agniveer scheme is an insult to India's youth and our army. We are going to scrap it. അഗ്നിവീർ എന്നുള്ള പുതിയ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം.
ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് നമ്മുടെ യുവജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആ അഗ്നിവീർ പദ്ധതി ഞങ്ങൾ നിർത്തലാക്കും. But by far the most important thing that we are going to do for our youngsters is what we call in Hindi, pehli naukri pakki. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചെറുപ്പക്കാർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് പഹ്ലി നൗക്കറി ആദ്യം Pehli naukri pakki meaning first job guaranteed. Pardon? First job guaranteed. അതെ, ഞങ്ങൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ചെറുപ്പക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ളത് ആദ്യം അവർക്ക് തൊഴിൽ എന്നുള്ളതിന് ഞങ്ങൾ ഊന്നൽ കൊടുക്കും. We are going to give a right to every single graduate in India, every single diploma holder in India of apprenticeship. രാജ്യത്തെ ഡിപ്ലോമ ഹോൾഡർ, ഡിപ്ലോമ പാസ്സായവർ, അതല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തവർ, അവർക്ക് അപ്രന്റീസ്ഷിപ്പ്, അവർക്ക് അവരുടെ നൈപുണ്യ മേഖലയിൽ ഒരു പരിശീലനം കൊടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. If you are a graduate or you're a diploma holder, the government of India is going to guarantee you a 1-year apprenticeship, training and a lakh of rupees in your bank account in a year, 8,500 rupees a month. നിങ്ങൾക്ക് ഒരു ബിരുദമോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായി പറയുന്നു, നിങ്ങൾക്ക് ഒരു വർഷത്തെ പരിശീലനം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരിശീലനത്തിന് വേണ്ടി പ്രതിമാസം 8,500 രൂപ, അതല്ലെങ്കിൽ ഒരു വർഷം 1 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കും. Millions and millions of unemployed youngsters will get a 1-year employment, training and money in the bank. And India will get an extremely well-trained workforce. ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഒരു വർഷത്തെ ഈ പരിശീലനവും അതുപോലെ തന്നെ ആ പരിശീലനത്തിന് വേണ്ട ഈ സാമ്പത്തിക സഹായം ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും നൈപുണ്യമുള്ള കഴിവുള്ള ഒരു തൊഴിൽ സംഘത്തെ, ചെറുപ്പക്കാരുടേതായിട്ടുള്ള ഒരു വലിയ നിരയെ നമ്മുടെ രാജ്യത്തിന് ലഭിക്കും. For our farmers, we are very clear. If Mr. Narendra Modi can forgive the bank loans of the largest businesses in the country, we are going to forgive the bank loans of our farmers. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ബാങ്ക് ലോണുകൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നേരെ മറിച്ച് ഈ രാജ്യത്തെ അടിസ്ഥാനവർഗമായിട്ടുള്ള കർഷകർക്ക് അവർക്ക് ലോൺ ലഭിക്കാനുള്ള, ബാങ്ക് വായ്പകൾ ലഭിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. And we are also going to guarantee legally a minimum support price for India's farmers. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് ഞങ്ങൾ നിയമപരമായി അവർക്ക് ഏറ്റവും കുറഞ്ഞ താങ്ങുവില, അവർ അധ്വാനിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് MSP മിനിമം സപ്പോർട്ട് പ്രൈസ്, ഏറ്റവും കുറഞ്ഞ താങ്ങുവില ലഭിക്കാനുള്ള തീരുമാനം, അത് നിയമവിധേയമാക്കാനുള്ള നടപടി ഞങ്ങളുടെ ഗവൺമെന്റ് സ്വീകരിക്കും. And you can see that these ideas have a lot of thought behind them. You can see that these ideas have a lot of thought behind them. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ആശയങ്ങൾ അത് നടപ്പിലാക്കുന്നതിന് കുറേയേറെ പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. These are ideas that have come from the people of India, not from some bureaucrat. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ആശയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്നാണ്. അതല്ലാതെ ഈ രാജ്യത്തെ ബ്യൂറോക്രസിയിൽ നിന്നല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നല്ല. ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആശയങ്ങളാണ് ഞങ്ങൾ നടപ്പിലാക്കാനായിട്ട്. This is your voice. ഇത് നിങ്ങളുടെ ശബ്ദമാണ്. This is your voice. ഇത് നിങ്ങളുടെ ശബ്ദമാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ്. Now I want to leave you with one last thought. ഇനി എനിക്ക് ഏറ്റവും ഒടുവിൽ എൻ്റെ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Everybody knows that I fight the BJP. 24/7 I fight the BJP. 24 hours a day I fight the BJP. എല്ലാവർക്കും അറിയാം, ഞാൻ 24 മണിക്കൂറും BJPയുമായി ആശയപരമായി യുദ്ധം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. I disagree with them ideologically. I disagree with what they're trying to do to our country. I disagree with their basic ideas. And I get up in the morning and I think, okay, how am I going to fight them? സൈദ്ധാന്തികമായി ഞാൻ അവരുമായി വിയോജിക്കുന്നു. അവരുടെ നടപടികൾ, നിലപാടുകൾ എല്ലാമായി ഞാൻ വിയോജിക്കുന്നു. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ, ഈ കാര്യങ്ങളിൽ, അവരുടെ നിലപാടുകളിൽ, അവരുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് അവരുമായി
ഫൈറ്റ് ചെയ്യേണ്ടത്, പോരടിക്കേണ്ടത് എന്നുള്ളതിനെ And കുറിച്ചാണ്. at the same time, when I'm getting up and thinking of how to fight the BJP, hundreds of BJP leaders are getting up thinking how to fight Rahul Gandhi. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ആശയപരമായിട്ടുള്ള ഒരു ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, BJPയുടെ നേതാക്കന്മാർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യവുമായി എങ്ങനെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. Now you know that anyone who fights the BJP has to pay a price. നിങ്ങൾക്കറിയാമല്ലോ, BJPയുമായി ഏതെങ്കിലും തരത്തിൽ സംഘർഷം എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നവർക്ക് വലിയ വില കൊടുക്കേണ്ടതായി വരും എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. Because they are fascists, and if you attack them, they will attack you back with all the force that they have. അതിന്റെ കാരണം എന്താണ്? അവർ ഏകാധിപത്യ ശൈലിയിൽ വിശ്വസിക്കുന്നു, ഏകാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എതിർപ്പുകളെ അടിച്ചമർത്തുക എന്നുള്ള സമീപനമാണ് അവർ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. They took away my membership to the Lok Sabha. They took away my house. I was interrogated by the Enforcement Directorate for 55 hours, 5 days in a row, 12 hours, 13 hours a day. അവരെന്താണ് ചെയ്തത്? എന്നോട് ചെയ്തത്, അവരെൻ്റെ വീട് തിരിച്ചെടുത്തു, അവരെൻ്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കി, അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള EDയെ കൊണ്ട് 55 ദിവസം 12 മണിക്കൂർ വീതം എന്നെ ചോദ്യം ചെയ്തു. എന്നെ എല്ലാ തരത്തിലും മാനസികമായി ഒക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിച്ചു. Every single day in the media, on the internet, they attack me, distort my image, abuse me. അവരെന്താണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മീഡിയയിലൂടെ, നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താൻ, എല്ലാ തരത്തിലും എന്നെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. So my question is, why is it that the BJP does not attack the Chief Minister of Kerala? അപ്പൊ എനിക്ക് മനസ്സിലാകാത്തത്, അവരിതെല്ലാം ചെയ്യുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കാത്തത്? രാഷ്ട്രീയമായി അവർ ഒരു എതിർ ശബ്ദം മുഖ്യമന്ത്രിക്കെതിരെ പുറപ്പെടുവിക്കാത്തത്? They have not taken away his membership. They have not taken away his house. He has never been interrogated. There is no attack on him by the BJP. അവർ അദ്ദേഹത്തിന്റെ വീടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വമോ ഒന്നും തിരിച്ചെടുക്കാനായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവർ അദ്ദേഹവുമായി ഒരു ധാരണയിൽ പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. And the other interesting thing is, I come to Kerala and I attack the BJP. I attack their ideology. Wherever I go in the country, if you listen to my speech, my primary opponent is BJP. But the Chief Minister of Kerala is spending 24 hours a day attacking me. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ എവിടെ ചെന്നാലും, കേരളത്തിൽ വന്നാലും കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും, ഞാൻ എപ്പോഴും BJPയുടെ തെറ്റായിട്ടുള്ള ചെയ്തികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള എതിർ ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളാണ്. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം BJPക്കെതിരെ ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് മുഴുവൻ എനിക്കെതിരെയും കോൺഗ്രസിനെതിരെയുമാണ്. All the time, that's what he's doing. അത് അദ്ദേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. So keep in mind that those people that attack the BJP get attacked in return. അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, BJPയെ എതിർക്കുന്നവർക്ക് തിരിച്ച് BJPയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള പീഡനം, എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. And for some reason, the BJP is not attacking the Chief Minister of Kerala. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, എന്തോ ഒരു കാരണത്താൽ BJP കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എതിർക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല. I'd like to thank all of you for coming here this evening. I've learned a huge amount from the people of Kerala. You make India very, very proud. നിങ്ങളെന്ത് ഈ സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്നതിന് നിങ്ങളെല്ലാവരോടും നന്ദി അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ, ഇന്ത്യയെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. Thank you, Nanri. എല്ലാവർക്കും നന്ദി, നമസ്കാരം.